വളരെ ശ്രദ്ധേയമായ നിരവധി പ്രവചനവാക്യങ്ങളുള്ള അനുഗ്രഹീതമായ ഒരു സങ്കീർത്തനമാണ് 68-ാമത്തെ സങ്കീർത്തനം. പലപ്പോഴും നാം അതിൻ്റെ 1 മുതൽ 19 വരെ വായിച്ച് നിരവധി ദൈവാലോചനകൾ ആലയത്തിൽ പറഞ്ഞ് കടന്ന് വന്ന ജനം അനുഗ്രഹിക്കപ്പെടുവാനിടയായിട്ടുണ്ട്. ഇന്ന് പകൽ നമ്മളതിൻ്റെ 20 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ് ധ്യാനത്തിനായി വായിച്ചത്. ഇന്ന് പകലും ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മോട് ഇടപെടുവാനായിട്ടുണ്ട്. വ്യക്തികളെ തൊട്ട് കുടുംബങ്ങളെ തൊട്ട് പരിശുദ്ധ ആത്മാവിന് നമ്മോട് സംസാരിപ്പാനായിട്ടുണ്ട്. കഴിഞ്ഞ പകൽ മാസയോഗത്തിലെ ശുശ്രൂഷ കഴിഞ്ഞ് വളരെ തിരക്കോടെ ദീർഘദൂരം യാത്ര ചെയ്ത് തൃശ്ശൂർ പീച്ചിയിൽ പോയി കൺവെൻഷനിൽ പ്രസംഗിച്ച് അവിടെ നിന്നുള്ള ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ നിൽക്കാതെ തിരിച്ച് യാത്ര ചെയ്ത് ഏകദേശം 2 മണിയോടടുത്ത് വീട്ടിൽ വന്നിട്ട് രാവിലെ നിങ്ങളോട് ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട് അറിയിക്കേണ്ടതിന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇടപെട്ടൊരു വാക്യമാണ്, ഞാൻ ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്, നീക്കുപോക്കുകൾ നൽകുന്ന ദൈവമാണ്. കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. നീക്കുപോക്ക് നൽകുക, ഉദ്ധരിച്ചെടുക്കുക, വളരെ സമയമെടുത്ത് ശുശ്രൂഷിക്കപ്പെടേണ്ട അനുഗ്രഹീതമായ ഒരു വാക്യമാണ്. നമ്മളെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലയിലുള്ള കഷ്ടതയിലൂടെ ശോധനയിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളാണ് ബഹുഭൂരിപക്ഷം പേരും. ഏതെങ്കിലും ഒരു കഷ്ടതയില്ലാത്ത ആരും തന്നെ ഇല്ല. ഏറ്റക്കുറച്ചിലുകളുണ്ടെന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമുക്ക് സഹിക്കാൻ കഴിയാത്തതൊന്നും ദൈവം നമുക്ക് ഒരിക്കലും തരത്തില്ല. കഷ്ടതകൾ മാറാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെല്ലാം ഒരു പക്ഷെങ്കിൽ ദൈവം തത്സമയം കേട്ട് മറുപടി തരണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. തെറ്റിദ്ധരിക്കപ്പെടരുത്. പുതിയ നിയമത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ അപ്പോസ്തലൻ ധന്യനായ പൗലോസ്ലീഹയാണ്. താൻ പറയുന്നു, എനിക്കുള്ള വെളിപ്പാടുകളുടെ ആധിക്യത്തിൽ ഞാൻ നിഗളിച്ചു പോകാതിരിപ്പാൻ പിശാചിൻ്റെ കയ്യിൽ ഒരു ശൂലം കൊടുത്ത് എന്നെ ഇങ്ങനെ കുത്താനായിട്ട് പുറകെ നിർത്തിയിരിക്കുകയാണ്. പലരും പല വ്യാഖ്യാനങ്ങൾ പറയുന്നു. തൻ്റെ കണ്ണിന് സൗഖ്യമില്ലാതിരുന്നതെന്നും കോലി കൊണ്ടുള്ള അടി കിട്ടി മുതുകിന് ഒരിക്കലും കരിയാത്ത വ്രണമുണ്ടായിരുന്നെന്നും ഒട്ടനവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്കിലും സഹികെട്ട പൗലോസ് നീങ്ങിപ്പോകേണ്ടതിന്, ഈ ശൂലം നീങ്ങിപ്പോകേണ്ടതിന് 1 അല്ല 2 അല്ല 3 വട്ടം ദൈവത്തോടെ പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. 2 പ്രാവശ്യവും ഒരു മറുപടിയും ദൈവം പൗലോസിനോട് പറഞ്ഞില്ല. എന്നാൽ 3ാമത്തെ റൗണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ് കർത്തൃദാസി വായിക്കുന്നത്. വായിച്ചു. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് സാത്താന്റെ ദൂതനെ തന്നെ അതെന്നെ വിട്ട് നീങ്ങേണ്ടതിന് 3 വട്ടം ഞാൻ ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ വ്യാപരിക്കേണ്ടതിന്
ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെ, നമുക്ക് ഈ വാക്യം ഉൾക്കൊള്ളാൻ കഴിയുമോ? പ്രസംഗിക്കാൻ കഴിയും, പ്രസംഗിച്ച് നിങ്ങളെല്ലാം കൈയടിപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയും. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം നമുക്ക് വന്നാൽ നമുക്ക് ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ ബാംഗ്ലൂരിൽ 3 ദിവസത്തെ മീറ്റിങ്ങിനായിട്ട് IPCയുടെ ഹെഡ് ഓഫീസിലെ പോയി. അവിടെ ചെന്നപ്പോൾ ഇപ്പോൾ ഇവിടെ യേശുദാസ് ചായൻ്റെ ബോഡിയും കൊണ്ട് വന്ന ദൈവദാസൻ, അദ്ദേഹം ചില വർഷങ്ങൾ ജൂബിയുടെ പാസ്റ്ററായിരുന്നു, ഇപ്പോൾ ബാംഗ്ലൂരിലെ ഒരു പാസ്റ്റർ. അദ്ദേഹം എൻ്റെ അടുക്ക് വന്ന് പാസ്റ്റർ എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ട്, എല്ലാവരോടും ഞാൻ അങ്ങനെ പറയും. ഞാൻ പറഞ്ഞു എങ്കിലും പെട്ടെന്ന് ഒന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഉടനെ പറഞ്ഞു ഞാൻ പാസ്റ്റർ പണ്ട് ബെൽത്തങ്ങാടി വന്നപ്പോൾ അവിടുത്തെ പാസ്റ്ററായിരുന്നു, ഇപ്പം ട്രാൻസ്ഫറായി ഇവിടെ വന്നിരിക്കുകയാണ്. എൻ്റെ കുഞ്ഞ് വണ്ടിക്കകത്തുകൊണ്ട് പാസ്റ്റങ്ങളിനെ കാണണമെന്ന് പറഞ്ഞു. കണ്ടിട്ടേ പോകാവൂ. അപ്പോൾ ഒത്തിരി പേര് പ്രാർത്ഥിക്കാനുണ്ട്. ഞാൻ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് ഈ കുഞ്ഞിനെ കാണാൻ വേണ്ടി ചെന്നപ്പോഴാണ് 27 വയസ്സുള്ള മോന. അവനെ കാറിനകത്ത് എടുത്തുകൊണ്ട് വെച്ചേക്കുക. അവൻ ജനിച്ചതിന് ശേഷം ഇന്ന് വരെ നടന്നിട്ടില്ല. അവൻ ഇന്ന് വരെ തന്നെത്താൻ ആഹാരം വാരി കഴിച്ചിട്ടില്ല. അവൻ്റെ 2 കൈകളും ഇങ്ങനെ ചുരുണ്ടായിരിക്കുന്നു. ജന്മനാ ബുദ്ധിമാന്യം സംഭവിച്ച ഈ കുഞ്ഞിൻ്റെ അടുക്ക കൊണ്ടുപോയിട്ട് പുള്ളി പറഞ്ഞു മോനെ ചക്കരെ പൊന്നെ പാസ്റ്റങ്ങളെ മനസ്സിലായോ? ഉടനെ അവൻ തലയാട്ടി എനിക്ക് മനസ്സിലായി. എന്നിട്ട് ഈ മനുഷ്യനോട് പറയാണ് ഇവനാ ഞങ്ങളുടെ അനുഗ്രഹം. അർത്ഥാൽ എൻ്റെ കണ്ണ് തള്ളിപ്പോയി കേട്ടോ. 27 വർഷമായിട്ട് എടുത്തോണ്ട് വണ്ടിയെ വെക്കുന്നു, എടുത്തോണ്ട് കട്ടിലേക്ക് കിടത്തുന്നു, ചോറ് വാരി കൊടുക്കുന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യരൂപം ഇത് സഹിക്കുന്ന ഈ ദൈവദാസൻ പറയാണ് പാസ്റ്ററേ ഇവനാ ഞങ്ങളുടെ അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു ചെറിയ പനി വന്നപ്പോൾ എന്തെല്ലാം പിറുപിറുപ്പാ. അത് ചെറിയൊരു ക്യാൻസറോ ട്യൂമറോ ലുക്കേമിയായോ വൈറൽ ഫീവറോ ഇനി കിഡ്നി ട്രബിളോ ഹാർട്ടിൻ്റെ അറ്റാക്കോ എന്തെങ്കിലും ആണെങ്കിൽ എന്തെല്ലാമാ ഈ കോളിളക്കങ്ങൾ. നോക്കി 27 വർഷമായിട്ട് ഒരു ശൂലം കൊണ്ട് നടക്കുക. ആ അഭിഷക്തം പറയാണ് ഇവനാ ഫാസ്റ്റേ ഞങ്ങളുടെ അനുഗ്രഹം. എന്നെ ഇന്ന് രാവിലെ അത് ഓർപ്പിച്ചു. മാസങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ വെച്ച് ആ മനുഷ്യൻ പറഞ്ഞ പദം ഞാൻ ആ കുഞ്ഞിനെ കാരണത്ത് വെച്ച് അവൻ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ തരാൻ ആഗ്രഹം. ഞാൻ ഡോറ് തുറന്നവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. അപ്പോൾ ആ അപ്പൻ്റെ 2 കണ്ണീന്ന് കണ്ണുനീരൊന്നുമല്ല കേട്ടോ, കണ്ണുനീരല്ല. ലൈവിൽ കാണുന്നവരെല്ലാം ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുക, അനേകരെ രക്ഷയിലേക്ക് നടത്തുകയാണ്. നല്ല തേജസ്സുള്ള ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷയുടെ പിൻപിലെ ശക്തി എന്നാന്ന് എനിക്ക് ഈ വണ്ടിക്കകത്തുള്ള കുഞ്ഞിനെ കണ്ടപ്പോഴാണ് മനസ്സിലായേ. ഹല്ലേലൂയ. പരീക്ഷണങ്ങളുടെ മധ്യത്തിൽ വാഗ്ദത്തങ്ങളോട് ചേർന്ന് നീ നടക്കുമ്പോൾ അതിൻ്റെ പിൻപിലുള്ള ചില ദൈവഹിതങ്ങളെ ഉൾക്കൊള്ളാൻ, ഞാൻ പറഞ്ഞ പദം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? വാഗ്ദത്തങ്ങളോട് ചേർന്ന് നീ നടക്കുമ്പോൾ ചില പരീക്ഷണങ്ങളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ ഹിതം എന്തെന്നൊന്ന് തിരിച്ചറിഞ്ഞിട്ട് നിനക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു പാസ്റ്റർ ഇവൻ്റെ ദിനകൃത്യങ്ങൾ
എല്ലാം ഞാനും അവളും കൂടെ ചെയ്യുന്നേ. ഇതെല്ലാം ചെയ്തിട്ട് ശുശ്രൂഷയ്ക്ക് ഒരു ശുശ്രൂഷയും മുടക്കത്തില്ല. ഞങ്ങൾ വെളുപ്പിനെ എഴുന്നേറ്റ് അവനെ കുളിപ്പിച്ച് ഒരുക്കി ആഹാരം കൊടുത്ത് വണ്ടിയിൽ എല്ലായിടത്തും കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. നമ്മളെന്നെ രാവിലെ സഭായോധന വരാഞ്ഞേ, നമ്മളെന്നെ 10 മണിയായപ്പോൾ വലിഞ്ഞു കയറി വന്നേ, 9 മണിക്ക് യോഗം തുടങ്ങിയിട്ടും. നമുക്ക് വന്നിട്ടെന്നാ സ്തുതിക്കാൻ വയ്യാത്ത, വന്നിട്ടെന്നാ കൈയടിക്കാൻ കഴിയാത്ത. 27 വർഷമായി ഒരു ശൂലം ചുമക്കുക. ഞാൻ ചോദിച്ചു, ദൈവദാസായി ഇതെങ്ങനെയാ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, എനിക്കൊന്ന് പറഞ്ഞു തന്നേ, എനിക്ക് പ്രസംഗിക്കാനാ. അപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, ഹല്ലേലൂയ, എന്നിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങളൊന്നും സാരമില്ലെന്ന് ഞാൻ എണ്ണുകയാ. വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ഹല്ലേലൂയ. എൻ്റെ ചിന്താഗതികളെ മുഴുവൻ ഉഴുതുമറിച്ചൊരു ഡയലോഗാ താൻ പറഞ്ഞത്. ഹല്ലേലൂയ. എന്നിൽ വെളിപ്പെടുവാനുള്ള, വായിക്കണം, എന്നിൽ വെളിപ്പെടുവാനുള്ള റോമർ 8:18. എല്ലാവരും കൂടെ ആ വാക്യം ഒന്നെടുത്തേ, പുസ്തകത്തിൽ നിന്ന് ആ വാക്യം ഒന്നെടുത്തേ. റോമർ അപ്പോസ്തല പ്രവൃത്തി കഴിഞ്ഞുള്ള പുസ്തകം റോമർ 8-ാം അധ്യായം അതിന് 18-ാമത്തെ വാക്യം എല്ലാവരും ഒന്നെടുത്തേ. പുസ്തകം കൊണ്ടുവന്നവർ, ലാപ്ടോപ്പും മൊബൈലും കൊണ്ടുവന്നെടുക്കേണ്ട പുസ്തകം കൊണ്ടുവന്നവർ ഒന്ന് വായിച്ചേ. ദേവദാസി എല്ലാവരും കൂടെ വായിച്ചേ. ദേവദാസി ഉറക്കെ വായിക്കും, നിങ്ങളെല്ലാം കൂടെ ചേർന്ന് വായിച്ചേ. നമ്മിൽ ചെല്ലക്കാട് ദൈവസഭയിൽ, ഇവിടുത്തെ കുടുംബങ്ങളിൽ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ, വായിച്ചോ, ഈ കാലത്തിലെ കഷ്ടങ്ങൾ എത്ര പേർക്ക് പറയാൻ കഴിയും? ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ ചെറിയ ഒരു പ്രശ്നത്തിന് മുമ്പിൽ, ഇന്നലെ വന്നിട്ട് നാളെ മാറിപ്പോകുന്ന പ്രശ്നത്തിന് നീ വ്യാകുലപ്പെട്ട് തലയും കുനിച്ച് കൈ പഠിക്കാതെ ഇവിടെ വന്ന് ചിലരൊക്കെ താടിക്ക് കൈ കൊടുത്തിരിക്കുക, ചിലർ തലയെ കൈവച്ചിരിക്കുക, ചിലർ ഒന്നിനും വരത്തില്ല, അവർ കയറി വന്ന് വെറുതെ ഇരിക്കുക, അടുത്തിരിക്കുന്നവനോട് കമന്റ് അടിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പൊന്നു കൂടപ്പിറപ്പേ, ഞാൻ നിന്നോട് സ്നേഹത്തിൽ പറയട്ടെ, ഇന്ന് പകൽക്കാലം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള അവന്റെ എഴുന്നള്ളത്ത് കണ്ടിട്ട് നീ മൗനമായി ഈ ദൈവത്തെ പരമാർത്ഥതയോടെ സ്തുതിക്കുവാൻ എല്ലാ കരങ്ങളടിച്ച് അല്പനിമിഷങ്ങൾ ഒരുമിച്ച് ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ചില പോരുകൾ ആഴത്തിലഴിയുകയാ. അവൻ നിന്നെ ഉദ്ധരിക്കുന്ന ദൈവമാ, അവൻ നിന്റെ കുടുംബത്തെ ഉദ്ധരിക്കുന്ന ദൈവമാ, നിന്റെ തലമുറയെ ഉദ്ധരിക്കുന്ന ദൈവമാ. ഞാൻ ഈ വാക്യം എടുക്കാൻ കാരണം, ഇന്നലെ രാത്രിയിൽ വളരെ ത്യാഗം സഹിച്ച ഞങ്ങൾ വണ്ടി വിട്ട് ഈ ദൈവദാസൻ്റെ വീട്ടിൽ കയറി ഒന്ന് മുഖം കഴുകി, ഒന്ന് ബാത്റൂമിൽ പോയി സ്റ്റേജിലോട്ട് ചെന്ന് കയറാൻ വേണ്ടി ഞങ്ങൾ തപ്പിപ്പിടിച്ച് ഞാനും സാമും കൂടെ ആ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ഒരു 60-65 വയസ്സുള്ളൊരു മനുഷ്യൻ 48 വയസ്സുള്ളൊരു സഹോദരിയെ കൊണ്ട് നിൽക്കുക എന്നെ കാണാൻ വേണ്ടി. അപ്പം ഞാൻ ബാത്റൂമിൽ കയറി ഇറങ്ങി വന്നു. ഉടനെ പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങൾ മണിക്കൂറുകളായി ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്, ദേവദാസൻ ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, യോഗത്തിന് നിങ്ങൾ വരുന്നില്ലേ? ഇല്ല, വരാനൊക്കത്തില്ല. ഞാൻ ചോദിച്ചു, അതെന്നാ? ഇതെൻ്റെ പെങ്ങളാണ്, എൻ്റെ പെങ്ങളാണ്, 48 വയസ്സുണ്ട്, 42 വർഷമായിട്ട് പ്രാന്തിയ പാസ്റ്ററെ. നല്ല സുന്ദരിയായൊരു പെൺകുട്ടി, നല്ല സുന്ദരിയായൊരു സഹോദരി. ഞാൻ പറഞ്ഞു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. അത് രാവിലെ ഉച്ചയ്ക്കും കൃത്യമായി ഞാനാ മരുന്ന് കൊടുക്കുന്നത്. 8 മണിക്ക് അടുത്ത മരുന്ന് കൊടുക്കണം. കൊടുത്തില്ലേ പ്രശ്നമുണ്ട്. യോഗത്തിന് വന്നാൽ 8 മണിക്ക് മരുന്ന് കൊടുക്കാനൊക്കത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു, എത്ര വർഷമാണ്? 42 വർഷം. അച്ഛനാണോ സഹിക്കുന്നത്? ഞാനാ സഹിക്കുന്നത്. 42 വർഷമായിട്ട് പെങ്ങളെ. ഇവിടെ ഉണ്ടോ എല്ലാവരും?
ഹല്ലേലൂയ. ഞാൻ പ്രസംഗിച്ചത് ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം. ഒരു സ്തോത്രം പറഞ്ഞേ. നമ്മൾ ഞൊടി നേരത്തെ കഷ്ടങ്ങളെ കണ്ടിട്ട് പിറുപിറുക്കുമ്പോൾ ഒരു മനുഷ്യൻ 42 വർഷമായിട്ടൊരു കഷ്ടം ചുമക്കുക. ഹല്ലേലൂയ. മറ്റൊരു മനുഷ്യൻ ദൈവവൃത്തിന് 27 വർഷമായിട്ടൊരു കഷ്ടം ചുമക്കുക. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുമായി ചേർന്ന് നടക്കുമ്പോൾ നീ ചില കഷ്ടങ്ങളിൽ അകപ്പെട്ടു പോയാൽ പിറുപിറുക്കാതെ ഇന്ന് രാവിലെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിവുള്ളവർ ഇവിടെ ഉണ്ടെങ്കിൽ അവർ മാത്രം ആ കരമൊന്നടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. സുഡപരമനപരവശ് ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവം. ഒന്ന് പറഞ്ഞ എല്ലാവരും. ഇന്ന് ഞാൻ ഈ ദൂതിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ, ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ എൻ്റെ കുടുംബത്തെയും എന്നെയും എൻ്റെ തലമുറയും എൻ്റെ ദൈവം ഈ വചനത്തിൻ്റെ അധികാരത്തിൽ ഉദ്ധരിച്ചെടുക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഒരു നിലയിലും ഉദ്ധരിക്കപ്പെടത്തില്ലെന്ന് പിശാച് വാദിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം എൻ്റെ കുടുംബത്തെയും എന്നെയും എൻ്റെ ദൈവം ഉദ്ധരിച്ചെടുക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ആരാധനയ്ക്ക് വന്ന ജയപരാജയങ്ങളുടെ കണക്ക് വിരലേലെണ്ണി ജയിച്ചതിന് വിമ്മിഷ്ടപ്പെട്ടൊരു സ്തോത്രവും തോറ്റേന് ശക്തിയോടൊരു പിറുപിറുപ്പും കൊടുക്കാനല്ല നിന്നെ വിളിച്ചേക്കുന്നത്. ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയുന്ന, ആരാധനയ്ക്ക് വന്ന് വിരലേൽ ജയപരാജയങ്ങളുടെ എണ്ണം. തിങ്കളാഴ്ച ജയമായിരുന്നു, സ്തോത്രം. ചൊവ്വാഴ്ച പരാജയമായിരുന്നു. ഈ ദൈവം എന്നോ ദൈവമാ എന്ന് പറഞ്ഞ് പിറുപിറുക്കാനല്ല നിന്നെ വിളിച്ചത്. നിന്നെ വിളിച്ചത് ഇന്ന് പകൽക്കാലം പ്രതിസന്ധികളുടെ നടുവിൽ, കഷ്ടതകളുടെ നടുവിൽ നിന്റെ നടുവിലേക്ക് ഇറങ്ങി വന്നിട്ട് കൃപ പകരുന്ന ഒരു ദൈവം, കൃപ പകരുന്ന ഒരു ദൈവം. ഇന്ന് രാവിലെ എത്ര പേര് പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് മറ്റൊന്നും വേണ്ട, നിന്റെ കൃപ മതി, കൃപ മതി. വിശുദ്ധ മന്ദിരത്തിലേക്ക് എഴുന്നള്ളി വന്നേക്കുന്നവൻ ആരാ? കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 12 മുതൽ 20 വരെ വായിക്കണം. വിവരിക്കാൻ നമ്മുടെ മുമ്പിൽ സമയം പോരാ. എങ്കിലും കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 12 മുതൽ ചർച്ചോക്കോടിലാക്കിയെന്നല്ല, ചെല്ലക്കാട്ട് സഭയെ കൊണ്ടേയാക്കിയെന്നല്ല. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ച് വായിക്കണം. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിന്. നിന്നെ എന്തിനാ വിളിച്ചേ? ഒരു സ്വതന്ത്രം പറഞ്ഞേ. വെളിച്ചത്തിലുള്ള അവകാശം തരാൻ. നീ ഇരുട്ടിലായിരുന്നത് കൊണ്ട് ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നെ വിടുവിച്ചു. സ്വതന്ത്രം പറയണം. വെളിച്ചത്തിലുള്ള അവകാശം നിനക്ക് തരാൻ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നിന്നെ വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നിന്നെ ആക്കി വെച്ചിരിക്കുക. ഒരു സ്വത്രം പറയണം. ഇന്ന് രാവിലെ ഞാൻ ഇരിക്കുന്നത് ചെല്ലക്കാട്ടെ ഹോളിനകത്തല്ല, ഞാൻ ഇരിക്കുന്നത് എൻ്റെ പുത്രന്റെ രാജ്യത്തിലാണ്. ഉറപ്പുള്ളവര് ഈ രാവിലെ ദൈവത്തെ സ്തുതിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ. നിങ്ങൾ ധ്യാനിച്ചു വായിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ
എന്തിനാ സ്തോത്രം പറയുന്നേ? PC ചെറിയാൻ പാസ്റ്റർ പറഞ്ഞത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തേക്കാം. അങ്ങനെ ഔദാര്യത്തിന് ആര് സ്തോത്രം ചെയ്യണ്ട. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന്, ദുഷ്ടപിശാചിൻ്റെ കെട്ടിൽ നിന്ന്, ആഭിചാര മണ്ഡലങ്ങളിൽ നിന്ന്, ദുരാത്മ ശക്തിയിൽ നിന്ന്, പൈശാചിക കോട്ടയിൽ നിന്ന് നിന്നെ വിടുവിച്ച് അവൻ്റെ മുഴുവൻ കെട്ടഴിച്ച് നിന്നെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ കൊണ്ടയാക്കിയ ദൈവകൃപയോർത്ത് നീ ഇന്ന് രാവിലെ പിതാവായ ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. ആരാധനയ്ക്ക് വരുന്നത് മോന്തയും വീർപ്പിച്ചിരിക്കാനല്ല, സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാൻ. എല്ലാവരും പറഞ്ഞേ, എങ്ങനെ സ്തോത്രം ചെയ്യണം? അടുത്തിരിക്കുന്ന ആളിൻ്റെ മുഖത്ത് നോക്കിയാൽ വല്ല സന്തോഷം ഉണ്ടോന്ന്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ നീ ആലയത്തിൽ ഇരിക്കുന്നെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്തിനാ സന്തോഷിക്കുന്നേ? കടം വീടിയനല്ല. എന്തിനാ സന്തോഷിക്കുന്നേ? സോക്കേട് മാറിയനല്ല. എന്തിനാ സന്തോഷിക്കുന്നേ? വണ്ടിയും വെള്ളവും കിട്ടിയനല്ല. എന്തിനാ സന്തോഷിക്കുന്നേ? പിള്ളേർക്ക് വിസ കിട്ടിയനല്ല. എന്തിനാ സന്തോഷിക്കുന്നത്? ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് സ്തോത്രം പറയണം. പിശാചിന്റെ കെട്ടിൽ നിന്ന്, അന്ധകാരത്തിന്റെ കോട്ടയിൽ നിന്ന് നിന്നെ വിടുവിച്ചെടുത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ദൈവ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചതിന് ഞായറാഴ്ച വെളുപ്പിനെ കള്ളുഷാപ്പ് തപ്പിപ്പോന്ന പുള്ളികൾ, പാപത്തിന്റെ അഗാധകൂപത്തിൽ കിടന്ന പുള്ളികൾ, ഒരു യോഗ്യതയും പറയാനില്ലാത്ത ആളുകളെയൊക്കെ ദൈവം വിളിച്ചു. ആ കോട്ട പൊട്ടിച്ചു, ആ കെട്ടഴിച്ചു, ആലയത്തിൽ കൊണ്ടുവന്നു. എന്തിനാണെന്നറിയാമോ? പിതാവായ ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം പറയാം. അടുത്ത വാക്യം വായിച്ചേ. ഒന്നാമത് നമുക്ക് ലഭിച്ചത് പാപമോചനമെന്ന വീണ്ടെടുപ്പ് ലഭിച്ചു. വായിച്ചോ. യേശുക്രിസ്തു ആരാ? എൻ്റെ ഈ ദിവസങ്ങളിലെ പ്രസംഗമെല്ലാം യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. സ്തോത്രം. ഇന്നലെ രാത്രി പ്രസംഗിച്ചിറങ്ങിയപ്പോൾ പാട്ട് പാടുന്ന ചെറുപ്പക്കാരൻ എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞു, അച്ഛാ 3 ദിവസം പ്രസംഗം കഴിഞ്ഞാൽ യേശുവിനെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ല. ഇന്ന് രാത്രി അച്ഛൻ യേശുവിനെ കുറിച്ച് തന്നെ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു, അത് പറയാൻ എന്നെ വിളിച്ചേക്കുന്നത്, അതേ പറയുന്നുള്ളൂ. ഇനി എത്ര ദിവസം കൂടെ പ്രസംഗിക്കാനാണ്? പ്രസംഗിക്കുമ്പോൾ യേശുവിനെ കുറിച്ച് തന്നെ പറയുക. യേശു ആരാണ്? അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ. ദൈവത്തെ കാണാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ആ കയ്യൊന്ന് കണ്ടോട്ടെ. നിങ്ങൾക്ക് ആഗ്രഹമില്ല. പീലിപ്പോസിന് ആഗ്രഹം ഉണ്ടായിരുന്നു. പീലിപ്പോസ് എന്ന് വെച്ച് യേശു പറഞ്ഞു, യേശുവേ ഇങ്ങനെ എന്നാ പറഞ്ഞാലും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ രാജ്യം വരണമേ, പിതാവേ നിന്റെ ഇഷ്ടം ചെയ്യാൻ വന്നേക്കെന്നൊക്കെ പറഞ്ഞ് ഈ പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം. ആര് പറയുക? പീലിപ്പോസ് ദൈവത്തോട് പറഞ്ഞു, പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം. യേശുവിൻ്റെ മറുപടി, എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെയും ഒരല്ലേലിയ പറയണം. ആര് കണ്ട യേശുവിനെ? ഇന്ന് പകൽ പാസ്റ്ററെ കണ്ടൊന്നും ഇവിടെ ആരും ആരാധിക്കല്ല, പാട്ടുകാരെ കണ്ട് ആരാധിക്കല്ല. നീ രാവിലെ യേശുവിനെ കാണണം. യേശുവാരാ? യേശുവാരാ? അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ. ഇന്ന് രാവിലെ അവൻ്റെ എഴുന്നള്ളത്ത് ഈ ഹോളി നടന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയായ യേശു ക്രിസ്തുവിൻ്റെ എഴുന്നള്ളത്ത് ആലയത്തിൽ നടക്കുകയാ. ആലയത്തിൽ അവൻ എഴുന്നള്ളി വന്നാൽ തപ്പ് കൊട്ടുന്ന കന്യകമാർ ഇരുപുറവും അല്ലെ വീണ വായിക്കുന്നവർ മുൻപിൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ മേലെ ഒരു ഘോഷത്തോടെ, ഒരു ജയത്തോടെ, ഒരു ഉല്ലാസത്തോടെ ഈ ക്രിസ്തുവിനെ ഒന്ന് ആരാധിപ്പാൻ കഴിയുമെങ്കിൽ ജയം. വായിച്ചേ, കർത്താവിന്റെ ദാസി അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും
സർവ സൃഷ്ടിക്കും നിന്നെ ഉദ്ധരിക്കാമെന്ന് പറഞ്ഞ ആരാന്നറിയാമോ? സകല സൃഷ്ടികളുടെയും ആദിജാതൻ ഇന്ന് രാവിലെ പ്രവചിച്ച് നിന്നോട് പറയുന്നു, കുഞ്ഞെ, ഞാൻ നിന്നെ ഉദ്ധരിക്കും. 2, നിന്റെ പ്രശ്നത്തിന് നീക്കുപോക്ക് തരും. ഇന്ന് രാവിലെ ആരോടോ വ്യക്തമായി ദൈവം ഇടപെടുന്നു. ദൈവം ചില വിഷയങ്ങൾക്ക് നീക്കുപോക്ക് തരാൻ പോകുകയാ. നീ ഭാരപ്പെട്ട് ഹൃദയം കലങ്ങി ആലയത്തിൽ വന്ന ചില വിഷയത്തിന്മേൽ ഇന്ന് രാവിലെ ദൈവം നീക്കുപോക്ക് തരികയാ. വിശ്വസിക്കുന്നവര് മാത്രം കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. 1, നിന്നെ ഉദ്ധരിക്കും. 2, നീക്കുപോക്കുകൾ നൽകും. ഓ റാബാ 48 വർഷമായി ചുമക്കുന്ന പ്രശ്നം വല്ലതും നിനക്കുണ്ടോ? 27 വർഷമായ പ്രശ്നം വല്ലതും നിനക്കുണ്ടോ? 27 തുള്ളിച്ചാടി ആരാധിക്കുന്നു. 48 കൂടെ സഹിച്ചുകൊണ്ട് ആരാധിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ച അയലോക്കത്തുനിന്ന് വല്ലതും വന്നതായിരിക്കും. പോലീസ് മത്തായി എന്നറിയപ്പെടുന്ന പാർഷ അവിടുത്തെ അറിയപ്പെടുന്ന പ്രവാചകനാണ്. ദൈവം വെച്ച ചൊവ്വാഴ്ച നമ്മുടെ ആരതി വരും. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ പോലീസ് മത്തായി എന്ന് പറഞ്ഞ IPCയിലെ പ്രസിദ്ധനായ ദൈവദാസൻ, അനുഗ്രഹിക്കുന്ന പ്രവാചകൻ. പുള്ളിയുടെ അടുക്കൽ ഇങ്ങനെ ഒരു മുറിക്കകത്ത് ഇങ്ങനെയുള്ള കേസുകളെല്ലാം കൊണ്ടിട്ടേക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിനക്ക് അത്രയും പഴക്കമുള്ളൊരു പ്രശ്നമുണ്ടോ? നിനക്ക് ഇന്നലെ ചെറിയ കടമുണ്ടായി, ഒരു ചെറിയ മുറിവുണ്ടായി, കൊച്ചിൻ്റെ കല്യാണം 2 ആഴ്ച വെയിറ്റായി. ഹലോ, ഇത്രയും പഴക്കമുള്ളൊരു പ്രശ്നം നിനക്കുണ്ടോ? ഇത്രയും പഴക്കമുള്ള പ്രശ്നക്കാരോ ദൈവം പറഞ്ഞു, കുഞ്ഞെ, ഞാൻ നിന്നെ ഉദ്ധരിക്കും. 2, നീ ചുമക്കുന്ന വിഷയത്തിന് ഞാൻ നീക്കുപോക്ക് തരും. ഇന്ന് പകൽക്കാലം വർഷങ്ങൾ പഴക്കമുള്ള വിഷയത്തിന് നീക്കുപോക്ക് തരാൻ കഴിവുള്ള ഒരു ദൈവം ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവരെ മാത്രമേ ദൈവം ആരാധിക്കാവുള്ളൂ. അത് ഏത് വിഷയമായാലും നീ അനുഭവിക്കുന്ന ആഴമേറിയ പ്രശ്നത്തിന്റെ മേൽ നീക്കുപോക്ക് നൽകുന്ന ഒരു ദൈവം. അവൻ സകല സൃഷ്ടിക്കും ആദിജാതനും ഒരല്ലിയെ പറയണം. നിന്റെ പ്രശ്നം സ്വർഗത്തിൽ വരെ ഉള്ളതാണോ? നിന്റെ പ്രശ്നം ഈ ഭൂമിയിൽ തന്നെ ഉള്ളതാണോ? നിന്റെ പ്രശ്നം ഭൂമിക്ക് കീഴെ പാതാളത്തിൽ ഉള്ളതാണോ? നിന്റെ പ്രശ്നം ചില വാഴ്ചകളുടെ കയ്യിലാണോ? നിന്റെ പ്രശ്നം ചില അധികാരങ്ങളുടെ കയ്യിലാണോ? പ്രൈസ് ദി ലോർഡ്. യേശു ആരാന്ന് മനസ്സിലായോ? വാക്യം ശ്രദ്ധിച്ച് വായിക്കണം. സ്വത്രം പറഞ്ഞേ. അയ്യോ, സ്വത്രം പറഞ്ഞില്ല. നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ എഴുന്നള്ളി വന്നവൻ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും നിന്റെ കണ്ണുകൊണ്ട് കാണാവുന്നത്, ദൃശ്യമായത്, അദൃശ്യമായത്. സ്വത്രം പറയണം. ഇന്ന് രാവിലെ ഇവിടെ നീ വന്ന് ഇങ്ങനെ മിണ്ടാതെ പ്രതിമ പോലിരിക്കുമ്പോൾ നിനക്ക് കാണാൻ കഴിയാത്ത അദൃശ്യ മണ്ഡലത്തിൽ നിന്റെ കുടുംബത്തിനെതിരെ തീ കത്തിക്കുന്നുണ്ട്. നിന്റെ കുടുംബത്തിനെതിരെ ആഭിചാരം നടക്കുന്നുണ്ട്. നിന്റെ തലമുറയ്ക്ക് നേരെ നേർച്ച കഴിക്കുന്നുണ്ട്. നീ അത് കണ്ടില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം 7 കണ്ണുകളുള്ളവൻ അത് കാണുന്നുണ്ട്. ഹല്ലേലൂയ. ദൃശ്യമായത് അദൃശ്യമായത് ഏറ്റെടുക്കുന്നവരെ ആരാധിക്കാവൂ. നിന്റെ വഴിതടഞ്ഞ മണ്ഡലങ്ങളിൽ, നിന്റെ പാപിക്ക് കോടാലി വെച്ച മണ്ഡലങ്ങളിൽ ഇന്ന് പകൽക്കാലം ഒരു അദൃശ്യ മണ്ഡലങ്ങളെ കാണുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമ്മക്കെല്ലാം തലവരെയാണെന്നും തലയിലെടുത്താന്നൊക്കെ പറഞ്ഞു പോകും. അങ്ങനൊന്നും തള്ളിവിടല്ലേ. അപ്പനും മോളും സഹോദരൻ്റെ മോനും കൂടെ കുളിക്കാൻ വന്നിട്ട് 3-നെയും കൂടെ ശവം എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ ചുമ്മാ അതൊന്നും അല്ലെന്നേ. നമുക്ക് തോന്നും ചുമ്മാ. ഒരു വീട്ടിൽ ഒരു സമയത്ത് 3 ചെത ഒന്നിച്ച് കത്തുക. ഹലോ, ഇന്നിപ്പോൾ ഞാൻ ദൂത് പറയുമ്പോൾ നീക്കുപോക്ക് വല്ല മനസ്സിലാക്കുന്നുണ്ടോ? അത് നിന്റെ വീട്ടിൽ വരുത്താൻ പ്ലാനിട്ടതാ. പക്ഷെ ദൈവം നീക്കുപോക്ക് നൽകുകയാ.
നീ ഔദാര്യത്തിൽ സ്വത്രം പറയണ്ട. ഇന്ന് പകൽ ഞാൻ ഈ ദൂത് പറയുമ്പോൾ ചില നീക്കുപോക്കുകൾ നിന്റെ കൂടാരത്തിൽ നൽകി നിന്റെ കുടുംബത്തെ എന്റെ ദൈവം ഉദ്ധരിക്കുകയോ. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ ആരാധിക്കട്ടെ. എങ്ങനെയാ നീങ്ങിയെന്നറിയാമോ? ദൃശ്യമായതും അദൃശ്യമായതും, വാഴ്ചകളാകട്ടെ സിംഹാസനങ്ങളാകട്ടെ. നിന്റെ പറമ്പിൽ കസാറയിട്ടിരിക്കുന്ന കുറേ സാധനമുണ്ട്. നിന്റെ പെരയ്ക്കകത്ത് കസാറയിട്ടിരിപ്പുണ്ട്. അവൻ്റെ കസാറയുടെ പേര് സിംഹാസനമെന്നാ. അതുകൊണ്ടാണ് നീ രാവിലെ എണ്ണിച്ച് സ്വോത്രം പറയാത്തത്. അതുകൊണ്ടാണ് ഈ വേദവസ്തു നിന്നെ കൊണ്ട് ചെയ്യിക്കാത്തൊരു സിംഹാസനം അവിടെ ഉണ്ട്. ഇന്ന് പകൽ അതൊക്കെ പൊളിക്കാൻ പോവാ. നിനക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയാതെ നിന്റെ കൂടാരത്തിനകത്ത് സിംഹാസനമിട്ടിരിക്കുന്ന ചില പൈശാചിക ആധിപത്യങ്ങൾ, ശക്തമായിട്ട് ആരോടൊക്കെയോ ദൈവം ഇടപെടുകയാ. വാഴ്ചകൾ, അധികാരങ്ങൾ, സിംഹാസനങ്ങൾ, ദൃശ്യമായത് അദൃശ്യമായത്. പ്രൈസ് ദി ലോർഡ്. മസൂരി വന്ന് ഒരപ്പനെ അമ്മയും 9 മക്കളെയും കൂടെ ഒരു ചെറ്റക്കുടലിലൂടെ മറച്ചിട്ടു. അവരാ കിടന്ന മെടഞ്ഞ ഈ ഓല മെടഞ്ഞത്തെ കിടക്കുക. ഈ അപ്പനും അമ്മയും 9 എണ്ണവും കൂടെ ചത്തു. ഈ 11 എണ്ണത്തെയും കൂടെ കിടന്ന ഈ ഓലയ്ക്കകത്ത് പൊതിഞ്ഞ് ആ കിടന്ന വീട്ടിൽ തന്നെ കുഴിച്ചിട്ട് ആ വീട് ചെതക്കരയാക്കി. 5 മിനിറ്റ് കൊണ്ട് കത്താണല്ലോ, ഓലപ്പരയാണ്. വർഷങ്ങൾ കഴിഞ്ഞ് ഒരാൾ ആ വസ്തു മേടിച്ച്, ഇതൊന്നും അറിയാതെ ആ പാവപ്പെട്ടവൻ അവിടെ വീട് വെച്ചു. ഈ 9, 2, 11 അടക്കിടത്ത് വീട് വെച്ചു ചെറിയ കാര്യമാണ് പറയുന്നത്. സ്തോത്രം. വീട് വെച്ച് ഈ പാവപ്പെട്ടവന് അവൻ നിൽക്കുന്ന ആ സമൂഹത്തിൻ്റെ പ്രാർത്ഥനയോടെ കയറി താമസിച്ചു. അന്ന് തുടങ്ങി പ്രശ്നം. വർഷങ്ങൾ നീണ്ട പ്രശ്നം. ഒരു ദിവസം ഒരു കൺവെൻഷനിൽ അനുഗ്രഹീതനായൊരു ദൈവദാസൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് ഇടപെട്ട ദൂതൻ്റെ മുമ്പിൽ ഈ മനുഷ്യൻ കൈ ഉയർത്തി. അവനും അവൻ്റെ ഭാര്യയും അന്ന് രക്ഷിക്കപ്പെട്ടവൻ സ്നാനപ്പെട്ട് വന്നപ്പോൾ അവൻ്റെ വീട്ടിൽ യോഗം വെക്കുമ്പോൾ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന അനുഗ്രഹീതനായ ദൈവദാസനെ യോനാച്ചാനെ ആ വീട്ടിൽ കൊണ്ടുവന്നു. യോനാച്ചാൻ ഇങ്ങനെ അങ്ങോട്ട് പ്രസംഗിക്കാൻ എഴുന്നേറ്റ് പാട്ടുപാടി പുള്ളിയുടെ ആ കഴുത്തിന് വലിയ നീളമില്ലാതെ കഴുത്തിൻ്റെ മണ്ടയ്ക്ക് തല വെച്ച് ഇങ്ങനെ ആട്ടി ആത്മാവിൽ ദൂത് പറയുമ്പോൾ പറഞ്ഞു 11 ശവം. ആർക്കൊന്നും വേണ്ടി കിട്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹലോ, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. പക്ഷേ ദൃശ്യമായത് അദൃശ്യമായത്, സിംഹാസനങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, അഭിഷേകത്തിന് വെളിപ്പെടും. ഹല്ലേലൂയ. അപ്പോൾ ഈ വീട്ടുകാരനൊന്നും അറിയത്തില്ല, അവനിതൊന്നും അറിയത്തില്ല. അയലങ്ങാണ്ടു നിന്ന് വന്ന് വസ്തു മേടിച്ചോനാ. പക്ഷേ അവിടെ ഇരുന്ന ഒരു മനുഷ്യൻ, പ്രായമുള്ളവൻ പറഞ്ഞു, പിന്നെ ഇതിവിടെ നടന്ന സംഭവമാണ്. ഇവിടെ മസൂരി വന്നിട്ട് പൊതിഞ്ഞു കെട്ടി അടക്കിയത്, എല്ലാത്തിനെയും കത്തിച്ച സ്ഥലമാ എന്ന് പറഞ്ഞു. പിന്നെ ആ ദൈവദാസൻ പ്രാർത്ഥിച്ച് ആ വീട്ടിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഇതുങ്ങൾക്കെല്ലാം തലേ കൈവച്ച് പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്തു. ആ കുടുംബം മുഴുവൻ പിന്നത്തേതിൽ അനുഗ്രഹിക്കപ്പെട്ടു. ഇന്ന് പകൽ ദൂതൻ എന്നറിയാമോ? ഉദ്ധരിക്കണം. ചിലത് ഉദ്ധരിക്കപ്പെടണം, ചിലത് നീക്കുപോക്ക് നൽകണം. നിന്റെ കുടുംബത്തെ വാടകോരുന്ന ചില പ്രതിസന്ധികളിൽ ഇന്ന് പകൽക്കാലം മറഞ്ഞു കിടക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കണം. ആരേറ്റെടുക്കാൻ തയ്യാറുണ്ട്? ഈ ദൂത് ഇവിടെ നിൽക്കത്തില്ല. ദൂരങ്ങളിൽ ലൈവിൽ കാണുന്നവന്റെ കൂടാരത്തിൽ കുടിയിരിക്കുന്ന ചില പോരുകളെ ദൈവം അഴിക്കുകയോ.
ഒരു സ്തോത്രം പറഞ്ഞേ. പിന്നെ ഈ 11 കൂടെ സിംഹാസനം ഇട്ട് അകത്തിരിക്കുകയല്ലേ, വാഴുവല്ലേ. അഭിഷേകമുള്ളവൻ വന്ന് 4 അന്യഭാഷ പറഞ്ഞ് ഒരൊറ്റ ശാസന ശാസിച്ചപ്പോൾ അവൻ്റെ സിംഹാസനത്തിന് അടിത്തറ ഇളകി. ഇന്ന് പകൽ ചില അടിത്തറകൾ ഇളക്കിയിട്ട് നിന്റെ കുടുംബത്തെ വിടിവിപ്പാൻ കരുത്തുള്ള ദൈവമുണ്ട്. വിശ്വസിക്കുന്നവര് മാത്രമേ. ഹല്ലേലൂയ. ഞാന് ഇന്ന് പകലും ഓർക്കുന്നു അദ്ദേഹം വായിച്ച വാക്യം, നീ സാത്താന്റെ സിംഹാസനമുള്ളിടത്ത് പാർക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. നമ്മളിതാ മൊത്തം പെയിൻ്റൊക്കെ അടിച്ച് കുട്ടപ്പനാക്കി വെച്ചേക്കുകയാണെങ്കിലും ആ ഇരിക്കുന്നത് സാത്താൻ്റെ സിംഹാസനമുള്ളിടത്താ. അത് വെളിപ്പാടുള്ള യോഹന്നാനെ പിടികിട്ടത്തുള്ളൂ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലേ, ഞാൻ ഈ ദൂത് പറയുന്നത് ദൈവം എന്നോട് പറയുന്നു, ഞാൻ ചിലതിനെ ഉദ്ധരിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ചില മരണത്തിൻ്റെ നീക്കുപോക്കുകൾ ചില കൂടാരങ്ങൾക്കകത്ത് ദൈവം വെളിപ്പെടുത്തുക. ഏറ്റെടുക്കുന്നവർ മാത്രമേ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. മരണത്തിനുള്ള നീക്കുപോക്ക് നൽകുന്ന ദൈവം. കുഞ്ഞുങ്ങളുടെ വൈപ്പിയൊക്കെ ഉണ്ടല്ലോ, ഞാൻ വേഗം നിർത്തുക. എന്നാലും ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അടുത്ത വാക്യം വായിച്ച ദേവദാസി വേഗത്തിൽ. സിംഹാസനങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും. ഒരു സ്തോത്രം പറയണം. വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള അവൻ്റെ എഴുന്നള്ളത്ത്. എന്തിനാ എഴുന്നള്ളത്? നിന്നെ ഉദ്ധരിക്കാൻ. എന്തിനാ എഴുന്നള്ളത്? നീക്കുപോക്ക് തരാൻ. എന്തിനാ എഴുന്നള്ളത്? ദൃശ്യമായതും അദൃശ്യമായതുമായ വാഴ്ചകളെ, അധികാരങ്ങളെ, സിംഹാസനങ്ങളെ തുടച്ചു മാറ്റിയിട്ട് നിന്നെ അനുഗ്രഹിക്കാൻ. ഹല്ലേലൂയ. ആ അവൻ്റെ അധികാരം പറയുകയാണ്. എന്താ അധികാരം? അവൻ മുഖാന്തരവും അവനായിട്ടും. ഒരല്ലേലിയ പറയണം. ഇന്ന് പകൽക്കാലം നിന്റെ ദൈവം ആരെന്ന് നീ അറിയണം. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അവന് പരിഹരിക്കപ്പെടാൻ കഴിയാത്ത ഒരു പ്രശ്നവും ഈ ഭൂമിയിൽ ഇല്ലെന്ന് നീ ഇന്ന് പകൽക്കാലം അറിയണം. ഹല്ലേലൂയ. ചിലതൊക്കെ മുടക്കിയിട്ടേക്കുക, മുടങ്ങിയേക്കല്ല, ചിലതൊക്കെ മുടക്കിയിട്ടേക്കുക. 400-ാമത്തെ വർഷം ഇസ്രായേൽ മക്കൾ മിസ്രൈം വിടേണ്ടതാ. ദൂത് അങ്ങനെ. ദൂത് പറഞ്ഞത് ഭാര്യാപുരം ജോനാച്ചാനും പി സി ചെറിയാനൊന്നുമല്ല. ദൂത് പറഞ്ഞ സാക്ഷാൽ ദൈവമാണ്. അബ്രഹാമേ, നിന്റെ 4-ാം തലമുറ മിസ്രൈമിൽ നിന്ന് അന്യജാതിക്കാരൻ്റെ അടിമത്തിന് വിടുവിക്കപ്പെടും. പക്ഷേ വിടുവിക്കപ്പെട്ടത് 430-ാമത്തെ വർഷത്തിലാണ്. ഒരു പറവോൻ വിചാരിച്ചാൽ നിന്റെ വാഗ്ദത്തത്തെ വലിച്ചു നീട്ടി ഒരു 30 വർഷം കൂടെ മുൻപോട്ട് കൊണ്ടുപോകാം. മനസ്സിലായില്ല? ഒന്നുകൂടെ ഞാൻ പറയുന്നു. 400-ാമത്തെ വർഷം അഴിയേണ്ടിയ മിസ്രൈമ്യ ബന്ധനം 430 അഴിഞ്ഞത്. സ്തോത്രം. 30 വർഷം കൂടെ 600,000 വാഗ്ദത്തത്തെ ദുഷ്ടൻ വലിച്ചു നീട്ടിക്കൊണ്ടുപോയെങ്കിൽ ഇന്ന് പകൽക്കാലം വാഗ്ദത്തങ്ങൾക്ക് കാലതാമസം വരുത്തി, അനുഗ്രഹങ്ങൾക്ക് മുടക്കം വരുത്തി, നിന്റെ കൂടാരത്തിൽ വെളിപ്പെടേണ്ടിയ ഉല്ലാസസമമായ ചില നന്മകൾക്ക് അല്ലെ വെളിപ്പെടാതെ മറച്ചിട്ടിരിക്കുന്ന ചില മൂടുപടങ്ങൾ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ദൈവം പറയുന്നു, നിന്റെ നന്മ വെളിപ്പെടാതെ ദുഷ്ടനിട്ട ചില തിരശീലകളെ ഇന്ന് പകൽക്കാലം ദൈവം കീറിക്കളഞ്ഞിട്ട് നിന്റെ കൂടാരത്തിന്റെ ഉള്ളറയിൽ ചില വിടുതൽ ദൈവം പകരുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ഈ പകൽ ദൈവത്തെ ആരാധിക്കട്ടെ. പ്രിയരേ, ഇത് മുഴുവൻ ലാപ്ടോപ്പിൽ തപ്പി പ്രസംഗിക്കുകയല്ല. എനിക്കതറിയത്തുമില്ല. എനിക്ക് ലാപ്ടോപ്പ് ഒട്ടില്ല താനും. പക്ഷെ നിന്നോട് ദൂത് പറയാ.
നീ ദൂതിനെ തള്ളിക്കളയല്ലേ. നീ ദൂത് കേൾക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, അത് നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു, മല്ലപ്പള്ളിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം കൺവെൻഷനെ പ്രസംഗിക്കാൻ പോയി. അവരുടെ പുന്നവേലിക്കാരുടെ സെൻട്രൽ കൺവെൻഷനെ പ്രസംഗിക്കാൻ പോയത്, IPCയുടെ. അവിടെ ചെന്നപ്പോൾ ഒരു അമ്മാമ്മയും കൊണ്ട് ഒരു അച്ചായൻ വന്നേക്കുക. അച്ചായൻ അമ്മാമ്മയും കൊണ്ട് വന്നേക്കുന്നത് പ്രാർത്ഥിക്കാൻ ഞാൻ കൈ വെക്കാൻ തുടങ്ങി. ഇപ്പം ദൈവം പറഞ്ഞു കൈ വെക്കല്ലെന്ന് പറഞ്ഞു. എനിക്ക് പണ്ടൊക്കെ അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. കൈ വെച്ചു അടിയും വീട്ടി മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ ദൈവാത്മാവ് പറഞ്ഞാലേ കൈവെക്കത്തും. സ്തോത്രം. അപ്പം എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞു, ഇത് ഞാൻ കെട്ടിയേക്കുന്ന കെട്ട നീയായിട്ട് അഴിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ കർത്താവെ നിൻ്റെ ദാസിയെ വിടുവിക്കാൻ പറഞ്ഞിട്ട് ഞാൻ അടുത്ത ആളുടെ തലേ കൈവച്ച് പോയി. സ്തോത്രം. പിന്നെ ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, ചോറിനാൻ കയറിയപ്പോൾ പാസ്റ്റർ എന്തായിരുന്നു വിഷയം? ഉടനെ പറഞ്ഞു, അച്ഛാ അത് മൂളുവ. അപ്പോൾ ആലയത്തിൽ ഇരുന്നുകൊണ്ട് പ്രസംഗം കേൾക്കുമ്പോഴെല്ലാം പുള്ളിക്കാരത്തി ഇടയോഗത്തിൽ വരുമ്പം ഇങ്ങനെ ഒരുമാതിരി ആക്കി മൂളുമായിരുന്നു. ഇപ്പം പുള്ളിക്കാരത്തിക്ക് ആ രോഗം അങ്ങ് പിടിച്ചു. പുള്ളിക്കാരത്തി 24 മണിക്കൂർ മൂളിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിലും പണ്ട് ഇങ്ങനെ മൂളി മരിച്ച ഒരാളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. സ്തോത്രം. അതും ഏതോ ദൈവദാസൻ കൈകാര്യം ചെയ്തതാണ്. നീ ദൂത് കേൾക്കുമ്പോൾ ചുമ്മാ അവിടെ ഇരുന്നുകൊണ്ട് മൂളല്ലേ, ആയുസ് മാറത്തില്ല. പിന്നെ ഉപദേശമൊന്നും കൈവച്ചാൽ അഴിയുന്ന കേസല്ല. നീ ദൂതിന് മുമ്പിൽ സമർപ്പിച്ചോണം. നിന്റെ കുടുംബത്തിലെ തലമുറയുടെ വരെ കെട്ടടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചുമ്മാ അലറി പ്രസംഗിക്കുകയല്ല, കുടുംബങ്ങളുടെ അകത്ത് കെട്ടടിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പകൽക്കാല സഭയ്ക്കകത്ത് ദൈവത്തിൻ്റെ കരം ചലിക്കുക. നീ വിരോധമായി, വചനത്തിന് വിരോധമായി, ദൂതിന് വിരോധമായി നീ നിലകൊള്ളരുത്. ഇന്ന് പകൽ ഏറ്റെടുത്ത് ദൈവത്തെ ആരാധിച്ചോണം. ഹല്ലേലൂയ. അഭിഷേകമുള്ളവൻ അന്യഭാഷയിൽ അല്പനിമിഷങ്ങൾ മറുതരിച്ചിരിക്കാതെ ആത്മാവിൽ നിറഞ്ഞ് നിർത്തുന്നു. ആ വാക്യം വായിച്ച് അവസാനിപ്പിച്ചു. അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയുമാകുന്നു. സകലത്തിലും യേശുക്രിസ്തു തന്നെ മുൻപനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യ ഫലമായി എഴുന്നേറ്റവനുമാകുന്നൊരു സ്തോത്രം പറഞ്ഞേ. ഇന്ന് പകൽക്കാലം അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയായ ക്രിസ്തു, സകലത്തിൻ്റെയും ആരംഭമായവൻ, സഭയുടെ തലയായവൻ ഇന്ന് പകൽ ഈ ആലയത്തിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. എന്തിനാ ഞായറാഴ്ച രാവിലെ ചെല്ലക്കാട് സഭാഹോളിൽ അവൻ എഴുന്നള്ളി വന്നത്? നിന്നെ ഉദ്ധരിക്കാൻ, നിന്റെ കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾക്ക് നീക്കുപോക്ക് നൽകാൻ, നിന്റെ തലമുറ പ്രശ്നങ്ങൾക്ക് നീക്കുപോക്ക് നൽകാൻ ഇന്ന് പകൽ ആ ദൈവത്തിന് നീ ശക്തി കൊടുക്കണം. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ നിന്റെ ദൈവത്തിന് നീ ശക്തി കൊടുക്കണം. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിന്റെ അധരങ്ങൾ കൊണ്ട് നീ അഭിഷേകത്തോടെ ഈ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് രാവിലെ ജയമെടുക്കുകയാണ്. ചില സിംഹാസനങ്ങൾ പൊളിയട്ടെ, ചില ആധിപത്യങ്ങൾ ഉടയട്ടെ, ചില വാഴ്ചകൾ തകരട്ടെ. ചില അദൃശ്യ മണ്ഡലങ്ങളിലെ ദുഷ്ടന്റെ വ്യാപാരങ്ങൾ ഇന്ന് പകൽക്കാലം ആ കെട്ടുകൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ കരമുള്ളവരെല്ലാം ആ കരമൊന്നടിച്ച്, കരമുള്ളവരെല്ലാം ആ കരമൊന്നടിച്ച്, അതരമുള്ളവരെല്ലാം അന്യഭാഷയിൽ അല്പനിമിഷം ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ഓ ബല 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 ദര ദര ജനകരകദര രാജകരകദര വൈഡകരി ബല ബല ഉഷാരി ബല. അഭിഷേകത്തോടെ,
ആത്മാവിന്റെ അധികാരം ഏറ്റെടുത്ത് ആഴത്തിൽ ചില പോരുകൾ അഴിയുകയാ, ചില നീക്കുപോക്കുകൾ നടക്കുകയാ. ഓ, നീക്കുപോക്കില്ലയോ എന്ന് ചോദിച്ച വിഷയത്തിന്മേൽ, ഉത്താരണമില്ലയോ എന്ന് ചോദിച്ച വിഷയത്തിന്മേൽ ഇന്ന് നീക്കുപോക്കുകൾ വെളിപ്പെടുകയോ. യെസ്. ഓ, ജയം 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 ജയം. ചൂടബാല ധീരധാര വൈഡവേദ വർത്തരാധ രാജകൾക്ക് രാജരാജ റീപബാല വൈഡര അർത്ഥമാന വക്ഷരേ ദൂടകൾക്ക് ജാനക റിഗമന ധുരജാര ബലവരധര ധരവാദികരം ധരവേദിക രൗഷക റിബബല ചുടബല മനകൾ കനദാരഗദ രൗഡ റിമനേ രൗഷ ദീപ. ഓ, രേഖതാലേ ജയം. ഒരു നിമിഷം ആ കണ്ണുകൾ അടയ്ക്കുക. നല്ല കർത്താവേ, അങ്ങയുടെ ജനത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും അധികാരങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, ദൃശ്യമണ്ഡലങ്ങളാകട്ടെ, അദൃശ്യമണ്ഡലങ്ങളാകട്ടെ. ഓ, ഹല്ലേലൂയ. ഏതെല്ലാം മണ്ഡലങ്ങളിൽ നിന്റെ മക്കളുടെ ഉദ്ധാരണത്തെ ശത്രു തടഞ്ഞു, നീക്കുപോക്കുകൾ ലഭിക്കാതെ വാക്തത്വങ്ങൾക്ക് കാലദൈർഘ്യം വരുത്തിയോ, ഇന്ന് പകൽ ആ വിഷയത്തിന്മേൽ നീക്കുപോക്കുണ്ടാകട്ടെ. ഞങ്ങളൊരു തേജസ് വെളിപ്പെടാൻ പോവുകയാണല്ലോ. ഞങ്ങളിൽ വെളിപ്പെടുവാൻ പോകുന്ന തേജസ് വിചാരിച്ചാൽ ഞൊടി നേരത്തേക്കുള്ള ഈ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണിക്കൊണ്ട് ഞങ്ങളുടെ കാതിൽ നാളെ മുഴങ്ങുന്നൊരു ശബ്ദമുണ്ടല്ലോ, അല്പത്തിൽ വിശ്വസ്തനെ എന്നുള്ള ആ വിളിപ്പേര് കേൾക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം തരണമേ കർത്താവേ. എല്ലാ കെടുതികളെ ശാസിക്കുന്നു, എല്ലാ ദുഷ്ടൻ്റെ തേർവാഴ്ചകളെ ശാസിക്കുന്നു. കുടുംബങ്ങൾക്കെതിരെ അവനൊരുക്കിയ കെണികൾ, തന്ത്രങ്ങൾ, കുരുക്കുകൾ, ഓ, പ്രാണനെ ഹാനി വരുത്തുവാൻ, അപകടമാക്കുവാൻ, അനർത്ഥമാക്കുവാൻ, ഓ ഹല്ലേലൂയ, വിലാപമാക്കുവാൻ, നിലവിളിയാക്കുവാൻ ഒക്കെ ദുഷ്ടൻ കുറിച്ചു വെച്ചതെല്ലാം ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ, ജനം വിടുവിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇവിടെ ഇരിക്കുന്നവര് മാത്രമല്ല, ലൈവിൽ ഇത് കാണുന്നവരുടെ മേലും ദൈവത്തിന്റെ വിടുതൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ തന്നെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ സ്തുതിക്കുമല്ലോ.